മറ്റൊരു കാര്യം, സർക്കാർ അധികാരത്തിലേറിയിട്ട് വരുന്ന മെയ് 20-ന് ഒരു വർഷം തികയുകയാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ നാട് ഒട്ടേറെ പ്രയാസങ്ങളിലൂടെയാണ് കടന്നുപോയത്. കോവിഡിൻ്റെ 2ഉം 3ഉം തരംഗങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയുണ്ടായി. സാധാരണ നിലയിൽ നടക്കേണ്ട പല പ്രവർത്തനങ്ങൾക്കും ഇതുകൊണ്ട് തടസ്സമുയരുന്ന നിലയുണ്ടായി. എന്നാൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ ജനജീവിതം സുരക്ഷിതമാക്കുന്നതിനുള്ള ഇടപെടലുകൾക്കും ഒരു മുടക്കവും വരുത്താതെയാണ് സർക്കാർ ഈ കാലം പിന്നിടുന്നത്. അതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അധികാരത്തിൽ വന്ന ഉടനെ 100 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കുന്ന കാര്യങ്ങൾ പ്രത്യേക പരിപാടിയായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ അവ പൂർത്തീകരിച്ചതിൻ്റെ റിപ്പോർട്ടും ജനങ്ങൾക്ക് മുന്നിൽ വെച്ചു. ഇപ്പോൾ 1-ാം വർഷം പൂർത്തിയാകുന്നതുകൊണ്ട് ആ വാർഷികത്തിന് മുന്നോടിയായി മറ്റൊരു 100 ദിന പരിപാടി പ്രഖ്യാപിക്കുകയാണ്. ഫെബ്രുവരി 10-ന് നാളെ ആരംഭിച്ച് മന്ത്രിസഭയുടെ 1-ാം വാർഷിക ദിനമായ മെയ് 20-ന് അവസാനിക്കുന്ന വിധത്തിലാണ് ഈ പരിപാടി നടപ്പാക്കുക. ആദ്യ 100 ദിന പരിപാടി 2021 ജൂൺ 11 മുതൽ സെപ്റ്റംബർ 19 വരെയാണ് നടപ്പാക്കിയിരുന്നത്. മുൻ സർക്കാരും 2 തവണയായി 100 ദിന പരിപാടികൾ പ്രഖ്യാപിച്ച് സമയബന്ധിതമായി നടപ്പാക്കിയിരുന്നു. സാമൂഹിക പശ്ചാത്തല സൗകര്യ തൊഴിൽ മേഖലകളിൽ ഗണ്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ മുൻപ് നടപ്പാക്കിയ ഈ 3 100 ദിന പരിപാടികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി 10 മുതൽ മെയ് 20 വരെയുള്ള കാലയളവിലെ 100 ദിന പരിപാടിയിൽ ആകെ 1557 പദ്ധതികൾ 17,183 കോടി 89 ലക്ഷം രൂപയുടെ വകയിരുത്തലും അടങ്ങിയിട്ടുണ്ട്. ഈ പരിപാടിയുടെ ഭാഗമായി വൈദ്യുതി വകുപ്പ് 5,87,000, ജലവിഭവ വകുപ്പ് 3,91,292, തദ്ദേശ സ്വയംഭരണ വകുപ്പ് 7,73,669. ഈ രീതിയിൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നിർമ്മാണ പ്രവൃത്തികളിലൂടെയുള്ള തൊഴിൽ ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിഥി തൊഴിലാളികൾക്കും ഇതിലൊരു പങ്ക് സ്വാഭാവികമായും ലഭ്യമാകും. ഈ നിർമ്മാണ പ്രവൃത്തികളെ ആസ്പദമാക്കിയുള്ള തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ പ്രത്യക്ഷവും പരോക്ഷവുമായി സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങളുണ്ട്.
4,64,714 തൊഴിലവസരങ്ങൾ ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെടാനാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ കൃഷി വകുപ്പ് 1,12,000 പ്രത്യക്ഷ തൊഴിലവസരങ്ങൾ, 56,500 പരോക്ഷ തൊഴിലവസരങ്ങൾ, വനം വകുപ്പ് സമൂഹ വനവൽക്കരണ പദ്ധതിയിലൂടെ 93,750 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് ലക്ഷ്യമിടുന്നത്. ഈ 100 ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യുന്ന എല്ലാ പരിപാടികളും ഇവിടെ വിശദീകരിക്കുന്നില്ല. സംസ്ഥാന തലത്തിൽ ഏകോപിച്ച് നടത്തുന്ന പരിപാടികൾ മാത്രമല്ല, പ്രാദേശിക തലത്തിലും വകുപ്പ് തലത്തിലുമുള്ളവയും ഈ കൂട്ടത്തിലുണ്ട്. പൊതുവായി ആസൂത്രണം ചെയ്ത പ്രധാനപ്പെട്ട ചിലത് മാത്രം സൂചിപ്പിക്കാം. സർക്കാരിൻ്റെ രണ്ടാം 100 ദിന പരിപാടിയുടെ തുടക്കം ഉന്നത നിലവാരത്തിലുള്ള 53 സ്കൂളുകൾ നാടിന് സമർപ്പിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി നിരവധി സ്കൂളുകളാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത്. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പ്രവൃത്തി തുടരും. ഈ 100 ദിവസത്തിനുള്ളിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 100 കുടുംബങ്ങൾക്ക് വീതവും 30,000 സർക്കാർ ഓഫീസുകൾക്കും കെ-ഫോൺ കണക്ഷൻ നൽകും. ഇപ്പോൾ ഗ്രാമ നഗര ഭേദമന്യേ കേരളമൊന്നാകെ മികച്ച ഇൻ്റർനെറ്റ് ബ്രോഡ്ബാൻഡ് കണക്റ്റിവിറ്റി ഒരുക്കുകയും ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻ്റർനെറ്റ് സൗജന്യമായി നൽകുകയും ചെയ്യാൻ ലക്ഷ്യമിടുന്ന കെ-ഫോൺ പദ്ധതി അതിവേഗതയിൽ പുരോഗമിക്കുകയാണ്. 2019 കരാർ ഒപ്പിട്ട ഈ ബൃഹത് പദ്ധതി പ്രളയവും കോവിഡും ഉൾപ്പെടെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്ന് അതിൻ്റെ ലക്ഷ്യത്തോടടുക്കുകയാണ്. ലൈഫ് മിഷൻ വഴി 20,000 വ്യക്തിഗത വീടുകളുടെയും 3 ഭവന സമുച്ചയങ്ങളുടെയും ഉദ്ഘാടനം ഈ ഘട്ടത്തിൽ നിർവഹിക്കാനാകും. സംസ്ഥാനത്തൊട്ടാകെ വാതിൽപ്പടി സേവനം ആരംഭിക്കും. അതിദാരിദ്ര്യ സർവേ മൈക്രോ പ്ലാൻ പ്രസിദ്ധീകരിക്കും. എല്ലാ ജില്ലകളിലും സുഭിക്ഷ ഹോട്ടലുകൾ തുറക്കും. എല്ലാവരുടെയും റേഷൻ കാർഡുകൾ സ്മാർട്ട് കാർഡുകളാക്കി മാറുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഭൂരഹിതരായ ആളുകൾക്ക് പട്ടയം നൽകുന്ന നടപടികളുടെ ഭാഗമായി 15,000 പേർക്ക് പട്ടയം വിതരണം ചെയ്യും. ഭൂമിയുടെ അളവുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന
ഡിജിറ്റൽ സർവേ തുടങ്ങും. ജനങ്ങൾക്ക് ദുരന്ത നിവാരണ വിദ്യാഭ്യാസം, ദുരന്ത നിവാരണ സാക്ഷരത എന്നിവ നൽകുന്ന പദ്ധതി ആരംഭിക്കും. കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യും. 10,000 ഹെക്ടറിൽ ജൈവ കൃഷി തുടങ്ങും. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് കേരള പോലീസ് അക്കാദമിയിൽ ആരംഭിക്കുന്ന പോലീസ് റിസർച്ച് സെൻറ്റർ, മലപ്പുറത്ത് സ്ത്രീ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ എന്നിവയുടെ ഉദ്ഘാടനം നടത്തും. പുതിയ 23 പോലീസ് സ്റ്റേഷനുകൾക്ക് തറക്കല്ലിടും. തവനൂർ സെൻട്രൽ ജയിൽ പ്രവർത്തനം ആരംഭിക്കും. കുട്ടനാട് പാക്കേജ് ഫേസ് 1 ഭാഗമായി പടുക്കാനിലെ കായൽ ആഴം കൂട്ടൽ, വേമ്പനാട് കായലിൽ ബണ്ട് നിർമ്മാണം തുടങ്ങും. കോട്ടയത്തെ കുറിച്ചി കോട്ടയം മുനിസിപ്പാലിറ്റി, എറണാകുളത്തെ ആമ്പല്ലൂർ, തിരുവനന്തപുരത്തെ കാട്ടാക്കട, നഗരൂർ, കൊല്ലത്തെ കരീപ്ര എന്നീ കുഴൽക്കിണർ കുടിവെള്ള വിതരണ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ 2500 പഠനമുറികൾ ഒരുക്കും. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വഴിയുള്ള പ്രവാസികൾക്കുള്ള റിട്ടേൺ വായ്പാ പദ്ധതി നടപ്പാക്കും. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ശബരിമല ഇടത്താവളങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടത്തും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 150 വിദ്യാർത്ഥികൾക്ക് നവകേരള ഫെലോഷിപ്പ് വിതരണം ആരംഭിക്കും. 18 വയസ്സ് പൂർത്തിയായ ഭിന്നശേഷിക്കാർക്ക് ജീവനോപാധി കണ്ടെത്താനും അതുവഴി സ്വയം പര്യാപ്തരാകാനും സഹായിക്കുന്ന എംപവർമെൻറ്റ് ത്രൂ വൊക്കേഷണലൈസേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇടുക്കിയിൽ NCCയുടെ സഹായത്തോടെ നിർമ്മിച്ച എയർ സ്ട്രിപ്പ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോടും കൊല്ലത്തും മാലിന്യത്തിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികളുടെ നിർമ്മാണം ആരംഭിക്കും. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായുള്ള 1500 റോഡുകളുടെ ഉദ്ഘാടനം നടത്തും. കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പ്രവാസി ഭദ്രതാ പരിപാടി 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യും. 75 പാക്സ് കാറ്റാമറൈൻ ബോട്ടുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോൽ ദാനവും പുനർഗേഹം പദ്ധതി വഴി നിർമ്മിച്ച 532 ഭവന സമുച്ചയങ്ങളുടെ ഉദ്ഘാടനവും നടത്തും. ഇത്തരത്തിലുള്ള ഒട്ടേറെ പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക്
ഗതിവേഗം കൂട്ടുന്ന അനേകം പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയാണ്.